പക്ഷേ പിന്നീട് രാജേട്ടൻ സീരിയസ് ആണെന്ന് അറിഞ്ഞപ്പോൾ സണ്ണി തന്നെയാണ് രാജേട്ടനെ വിവാഹം കഴിക്കാൻ എന്നെ വളരെയധികം നിർബന്ധിച്ചതും. എനിക്കിപ്പോ പഴയ കാമുകയുടെ രക്ഷാകർതൃത്വം ഏറ്റെടുക്കുന്ന ഒരു കാമുകന്റെ അവസ്ഥ മാത്രമല്ല, ഒരു മൂത്ത ആങ്ങളയുടെയോ ഒരു അച്ഛന്റെയോ ഒക്കെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും പോലെയാ സൂസന്നയ്ക്കൊരു നല്ല ജീവിതം. അത് മാത്രം കണ്ടാൽ മതി എനിക്ക്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മറിച്ച് പറയുന്നത്. ഈ കല്യാണത്തിന് സൂസന്ന സമ്മതിക്കണം. രാജേട്ടന്റെ പാസ്റ്റ് അഴുക്ക് ചാലുകൾ നിറഞ്ഞതായിരിക്കാം, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. തികഞ്ഞ ആത്മാർത്ഥതയോടെയാണ് രാജേട്ടൻ സൂസന്നെ ഇഷ്ടപ്പെടുന്നത്. സൂസന്നെ ഈ കല്യാണത്തിന് സമ്മതിച്ചാൽ സൂസന്ന മാത്രമല്ല, സൂസന്നയുടെ കുടുംബം മുഴുവൻ രക്ഷപ്പെടും. ഞാനാ പറയുന്നത്, ഇതിന് സമ്മതിക്കണം. ഈ മൗനം സമ്മതമായി ഞാൻ കണക്കാക്കിക്കോട്ടെ. നീ ഒന്ന് രക്ഷപ്പെട്ട് കാണാനുള്ള കൊതി കൊണ്ടാ മോളെ. രാജേട്ടനോട് ഞാൻ സൂസന്നെ സമ്മതിച്ചൊന്ന് പറയാൻ പോവുക. അങ്ങനെ സണ്ണിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ കല്യാണത്തിന് സമ്മതിച്ചതെങ്കിലും ആ നിമിഷം മുതൽ എന്റെ മനസ്സിൽ രാജേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യകാലങ്ങളിലെ സന്തോഷകരമായ നമ്മുടെ ജീവിതം കണ്ട് നമ്മളെക്കാൾ സന്തോഷിച്ചിരുന്നതും സണ്ണിയാണ്. രാജേട്ടൻ വളരെ സന്തോഷവാനാണ്. സൂസന്നയ്ക്കും സന്തോഷമാണെന്ന് എനിക്കറിയാം. ആൻഡ് ഐ ആം ഓൾസോ ഹാപ്പി. സണ്ണിയുടെ ഈ വലിയ മനസ്സ് ഞാൻ ഒരിക്കലും മറക്കില്ല. സണ്ണിയും വേഗം ഒരു വിവാഹം കഴിക്കണം, എങ്കിലേ പൂർണ്ണമായ ഒരു സന്തോഷം എനിക്കുണ്ടാവൂ. പിന്നെ സണ്ണി ഇതുപോലെ ഒരിക്കൽ പോലും പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാൻ തുനിഞ്ഞിരുന്നില്ല. പക്ഷേ നമ്മുടെ കുടുംബജീവിതത്തിൽ അപശ്രുതികളും സംശയങ്ങളും ഉണ്ടായപ്പോൾ ഞാൻ എത്ര മൂടി വയ്ക്കാൻ ശ്രമിച്ചിട്ടും രാജേട്ടൻ തന്നെ സണ്ണിയോടെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ നമ്മളെക്കാൾ വേദനിച്ചതും സണ്ണി തന്നെയായിരുന്നു. സണ്ണി അപ്പോഴൊക്കെ നമ്മുടെ കുടുംബജീവിതം തകരാതിരിക്കാൻ എന്നെ സാന്ത്വനപ്പെടുത്തിയിട്ടേ ഉള്ളൂ. ഇതൊരു തരം ഭ്രാന്താണ്. സ്വന്തം ഭൂതകാലം വെച്ച് ഭാര്യയെ അളക്കുന്നവർക്ക് സംഭവിക്കുന്ന ഭ്രാന്ത്. സാരമില്ല, ഇതൊക്കെ മാറും സൂസന്ന. എല്ലാം സ്വയം ബോധ്യപ്പെടും. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ഇങ്ങനെ സംശയിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. സഹിക്കണം, എല്ലാം പൊറുക്കണം. രാജേട്ടനിലൂടെ സൂസന്ന മാത്രമല്ല, ഒരു കുടുംബം മുഴുവനാണ് രക്ഷപ്പെട്ടത്. പിടിച്ചു നിൽക്കണം. രാജേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കാൻ എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യാം. എല്ലാം ശരിയാവും സൂസന്ന, ശരിയാവും. എല്ലാം ശരിയാവും എന്ന പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് രാജേട്ടൻ നമുക്ക് പരസ്പരം പിരിയാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ തകർന്നുപോയി. അമ്മയ്ക്ക് സുഖമില്ലാതെ രാജേട്ടൻ നാട്ടിലേക്കും പോയതോടുകൂടി ഞാൻ ഈ ലോകത്താകെ ഒറ്റപ്പെട്ടതുപോലെ തോന്നി. മറ്റൊന്നും എനിക്ക് ചിന്തിക്കാനുണ്ടായിരുന്നില്ല. ഒരിക്കലും ഇനി വെളിച്ചം കാണരുതെന്ന് ആഗ്രഹിച്ച് ഞാൻ കിടന്നു. പക്ഷേ ഒരു ഞെട്ടലോടെ വീണ്ടും ഞാൻ വെളിച്ചം കണ്ടു. സ്ഥലകാല ബോധം വീണ്ടും കിട്ടിയപ്പോൾ മനസ്സിലായി ഞാൻ ഏതോ ഹോസ്പിറ്റലിൽ എത്തിക്കപ്പെട്ടുവെന്ന്. She is all right now. I think she can be discharged today evening itself. Sir. ഇന്ന് വൈകുന്നേരം തന്നെ വീട്ടിൽ പോകാം കേട്ടോ. ഞാനിവിടെ തന്നെ ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിക്കോളാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഞാൻ റൂമിലുണ്ടാവും. സൂസന്നെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് കുളിച്ച് ഫ്രഷ് ആവണം. ആഹാരം നല്ലതുപോലെ കഴിക്കണം, എന്നാലേ ക്ഷീണം മാറും. പൗലോസ് ഇവിടെ തന്നെ ഉണ്ടാവണം. ഞാൻ രാത്രിയിലെ റൗണ്ട്സ് കഴിഞ്ഞ് ഇതുവഴി വരാം. സത്യത്തിൽ എനിക്ക് സണ്ണിയോട് ഒടുങ്ങാത്ത പകയാണ് തോന്നിയത്. എല്ലാം അവസാനിപ്പിക്കാമെന്ന് കരുതിയിട്ടും
സണ്ണി വീണ്ടും എന്നെ യാഥാർത്ഥ്യങ്ങളുടെ ലോകത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ഇനി എന്ത് എന്ന ചോദ്യത്തിന് വീണ്ടും ഉത്തരം കണ്ടെത്താൻ ഞാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. മാം സാബ് കുളിയൊക്കെ കഴിഞ്ഞു, ആഹാരവും കഴിച്ചു, സമാധാനമായി. സാബ് വീട്ടിൽ പോയിട്ട് 2 ദിവസമായി. ഞാൻ പോയിട്ടൊന്ന് കുളിയും നനയെല്ലാം കഴിഞ്ഞിട്ട് വരാം. സൂസന്നയോട് എല്ലാം സാവധാനത്തിൽ സംസാരിക്കാമെന്ന് കരുതി. ഇത്രയും വേണ്ടിയിരുന്നോ സൂസന്ന? ഞാൻ പിന്നെ എന്ത് ചെയ്യണം? ഞാനൊന്ന് ഒഴിവായി കിട്ടാൻ എന്ത് വില തരണമെന്ന് എന്റെ മുഖത്ത് നോക്കി ചോദിച്ച ഭർത്താവിന്റെ കാല് പിടിച്ച് കെഞ്ചണോ? വേറൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. നിങ്ങൾ ആരാ ഇതൊക്കെ ചോദിക്കാൻ? എന്റെ രക്ഷിതാവോ? ഇനി എന്റെ മുമ്പിലുള്ള ഒരേ ഒരു വഴി ആത്മഹത്യ തന്നെയാണ്. നിങ്ങൾ എന്നെ എത്ര പ്രാവശ്യം രക്ഷിക്കും? എല്ലാം തെറ്റിപ്പോയി സൂസന്ന. എന്റെ എല്ലാ പ്രാരാബ്ധങ്ങളും മറന്ന് ഞാൻ സൂസന്നെ സ്വീകരിക്കണമായിരുന്നു. അതായിരുന്നു ശരി. നിങ്ങളുടെ ശരികളും തെറ്റുകളും ഇനി എന്നോട് പറയണ്ട. ആദ്യം എന്നെ മോഹിപ്പിച്ചിട്ട് കുടുംബ പ്രാരാബ്ദം പറഞ്ഞ് സ്വയം പിന്തിരിഞ്ഞു. ഞാൻ ആഗ്രഹിക്കുകയോ സ്നേഹിക്കുകയോ അല്ല, വേർക്കുകയും ഭയപ്പെടുകയും ചെയ്തിരുന്ന ഒരാളെ വിവാഹം കഴിക്കാൻ നിങ്ങൾ എന്നെ നിർബന്ധിച്ചു. ഇപ്പോൾ അയാൾക്കും വേണ്ടതായപ്പോൾ ഞാൻ എന്നെ തന്നെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ അതിന് സമ്മതിക്കില്ല? നോ, ഞാനത് അനുവദിക്കില്ല. എല്ലാ തെറ്റും എന്റേതാണ്. ആ തെറ്റ് എന്നേക്കുമായി തിരുത്താൻ ഞാൻ തയ്യാറുമാണ്. രാജേട്ടനോടെല്ലാം തുറന്നു പറഞ്ഞ് സൂസന്നെ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കും. നോ, നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് നിങ്ങളെ സ്നേഹിക്കാനും മറക്കാനും ഒക്കെ കീ കൊടുത്ത തുള്ളുന്ന പാവയല്ല ഞാൻ. എനിക്ക് മടുത്തു, എല്ലാം മടുത്തു. എനിക്ക് മരിക്കണം, ഞാൻ മരിക്കും. ഇല്ല സൂസന്ന, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എനിക്ക് എന്റെ സൂസനെ തിരിച്ചു വേണം. എന്നും സൂസനെ ഞാൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. എന്നും സൂസനയുടെ നല്ലതിനു വേണ്ടി ഞാൻ എന്തും ചെയ്തിട്ടുള്ളൂ. പക്ഷെ എല്ലാം തെറ്റിപ്പോയി. ആ തെറ്റ് ഞാൻ തിരുത്തുന്നു. ഐ വോണ്ട് യു. I don't want to meet you again. Susanna, Susanna, please. No, Susanna. Susanna. No. എനിക്കൊരു കുറ്റബോധവും തോന്നുന്നില്ല. രാജേട്ടൻ സൂസനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഈ നിമിഷം വരെയുള്ളത് മുഴുവൻ രാജേട്ടനോട് തുറന്നു പറഞ്ഞ് സൂസനെ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കും.
രാജേട്ടൻ വന്നാലുടനെ ഞാൻ വരാം. എല്ലാം തുറന്നു പറയാൻ എന്റെ മനസ്സിനെ ഞാൻ പഠിപ്പിച്ചു. രാജേട്ടന്റെ വരവിനായി ഞാനും സണ്ണിയും കാത്തിരിക്കുകയായിരുന്നു. പിറ്റേ ദിവസം രാത്രി രാജേട്ടൻ വന്നു. ഞാൻ എല്ലാം തുറന്നു പറയാൻ തുടങ്ങുമ്പോഴേക്കും രാജേട്ടൻ എന്നെ ഒന്നും പറയാൻ സമ്മതിച്ചില്ല. രാജേട്ടന് പറയാനുണ്ടായിരുന്നത് മുഴുവൻ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് പിന്നെ ഒന്നും പറയാനുള്ള ധൈര്യവും ഉണ്ടായിരുന്നില്ല. എന്നെപ്പോലെ തന്നെ സണ്ണിയുടെ ധൈര്യവും ചോർന്നു. പക്ഷേ പിന്നീടുള്ള ഓരോ നിമിഷവും എന്റെ കുറ്റബോധം എന്നെ വേട്ടയാടാൻ തുടങ്ങിയപ്പോൾ ഞാൻ വീണ്ടും രാജേട്ടനോടെല്ലാം തുറന്നു പറയാൻ സണ്ണിയെ നിർബന്ധിച്ചു. രാജേട്ടനെ വഞ്ചിച്ചുകൊണ്ടുള്ള ഈ ഓരോ നിമിഷവും ഞാൻ നേരുകയാണ്. നമുക്കെല്ലാം തുറന്നു പറയാം. വഞ്ചനയല്ല എന്ന് ഞാനും പറയുന്നില്ല. പക്ഷേ രാജേട്ടന്റെ നിലപാട് ഇങ്ങനെ മാറുമെന്ന് നമ്മൾ രണ്ടാളും കരുതിയതല്ല. ഞാൻ ചെയ്ത ഒരു തെറ്റ് തിരുത്താൻ ഒരു വലിയ തെറ്റ് ചെയ്യേണ്ടി വന്നു. ഇനി എല്ലാ തെറ്റുകളും തിരുത്താൻ മറ്റൊരു വലിയ തെറ്റ് കൂടി ചെയ്തേ ഒക്കൂ. ഒരു ദുസ്വപ്നം പോലെ നടന്നതെല്ലാം മറക്കണം. അല്ലെങ്കിൽ സൂസന്നയുമായി പുതിയൊരു ജീവിതം സ്വപ്നം കാണുന്ന രാജേട്ടൻ തകർന്നു പോവും. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട്. ഞാനൊരു ട്രാൻസ്ഫറിന് ശ്രമിക്കുന്നുണ്ട്. അത് കിട്ടും. അത് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ സൂസന്നയുടെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കാൻ പോലും ഞാൻ വരില്ല. That will be the end of everything. സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഒഴിയാൻ സണ്ണി മനഃപൂർവ്വം ട്രാൻസ്ഫർ വാങ്ങുകയായിരുന്നു. സണ്ണിയുടെ സെൻഡ് ഓഫ് പാർട്ടി രാജേട്ടൻ നടത്തിയ ദിവസം ഞാൻ ഗർഭിണിയാണെന്ന് രാജേട്ടൻ പറയുമ്പോൾ മാത്രമാണ് സണ്ണിയും അതറിയുന്നത്. സണ്ണിയുടെ ജീവനാണ് എന്റെ ഉദരത്തിൽ വളരുന്നതെന്ന കുറ്റബോധം സണ്ണിയെ എന്നെയും ആകെ തളർത്തിയിരുന്നു. എനിക്ക് ഈ ട്രാൻസ്ഫർ കിട്ടിയത് ഇപ്പൊ എന്തുകൊണ്ടും ഭാഗ്യമായി. ഇനി നമ്മൾ തമ്മിൽ ഈ ജീവിതത്തിൽ ഒരിക്കലും കാണില്ല. കാണാതിരിക്കട്ടെ, അല്ലേ? സൂസന്നയുടെ കുട്ടി രാജേട്ടന്റെ കുട്ടി തന്നെയാണെന്ന് സ്വയം മനസ്സിനെ പറഞ്ഞു വിശ്വസിപ്പിക്കണം. നിങ്ങൾക്ക് സന്തോഷം നിറഞ്ഞ ഒരു കുടുംബജീവിതം ഉണ്ടാവാൻ ഞാൻ പ്രാർത്ഥിക്കും. ഒന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. എല്ലാറ്റിനും എന്നോട് ക്ഷമിക്കണം മോളെ. പിന്നെ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. കാണരുതേന്ന് മാത്രമേ എന്റെ മനസ്സ് എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സണ്ണിയുടെ കല്യാണത്തിന് വരാതെ ഒഴിഞ്ഞു മാറിയതും പിന്നീട് ഡെയ്സിയുടെയും മോളുടെയും മരണം അറിഞ്ഞിട്ട് പോലും കൂടെ വരാതിരുന്നതും. പക്ഷേ നമ്മൾ അന്ന് കോവളത്ത് വെച്ച് അവിചാരിതമായി സണ്ണിയെ വീണ്ടും കണ്ടു. സണ്ണിയും കല്യാണം കഴിച്ച് കുടുംബവുമായി സന്തോഷമായി കഴിയുന്നുവെന്ന് കണ്ടപ്പോ എന്റെ മനസ്സാകെ ഒന്ന് തണുത്തു തുടങ്ങി. പക്ഷേ പിറ്റേ ദിവസം രാവിലെ രാജേട്ടൻ നടക്കാൻ പോയ സമയം മോൾ ഒറ്റയ്ക്ക് മുറിയുടെ പുറത്ത് കളിച്ചുകൊണ്ടിരുന്നു. ഡെയ്സിയും കുഞ്ഞും ഉണർന്നിരുന്നുമില്ല.